പെസഹ അപ്പം ആട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 3-4 വട്ടം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് കുതിരാനിടാം. ഈ ഉഴുന്ന് റോസ്റ്റ് ചെയ്തിട്ടും കരിഞ്ഞു പോകരുത്, അങ്ങനെയും വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. രണ്ടായാലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ അരയ്ക്കില്ലേ, അതേ രൂപത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 10 ചുവന്നുള്ളി, ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം. അത് 1 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഒരു കുഞ്ഞു തേങ്ങയാണെങ്കിൽ 1 തേങ്ങ എടുത്തോളൂ, വലിയ തേങ്ങയാണെങ്കിൽ അരമുറി. ആദ്യം നമ്മൾ ചുവന്നുള്ളി ജീരകം ഒക്കെ അരച്ചതിന് ശേഷം തേങ്ങ ഒന്ന് തരിതരിപ്പായിട്ട് 1 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അരിഞ്ഞു പോകണ്ട, മാറ്റി വയ്ക്കുക. നമ്മൾ വറുത്ത അരിപ്പൊടി കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, നല്ല നൈസായിട്ടുള്ള പൊടി, ആ പൊടി 1 കപ്പ്. നമ്മൾ ഈ അരിപ്പൊടി എടുക്കുന്നതും ഉഴുന്നെടുക്കുന്നതും 1 കപ്പിലായിരിക്കും കേട്ടോ. അതിനുശേഷം ആ അരച്ച് വെച്ച കൂട്ടിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയെടുക്കില്ലേ, ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. ഒത്തിരി വെള്ളമായി പോകരുത്, നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് അല്പം കൂടി വെള്ളം വേണം. അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൊടുത്തതിന് ശേഷം ഒന്ന് ചിറ്റിച്ച് ഒഴിച്ചോളൂ. വേണമെങ്കിൽ ഒഴിക്കാമല്ലോ, 2-3 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക. നമ്മളൊന്ന് നോക്കുക, വെള്ളം കറക്റ്റാണെന്ന് നോക്കുക. ഒത്തിരി വെള്ളമായി പോകരുത്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കും. ഒരു നുള്ളുപ്പ്, നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ആ ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളി അരച്ചതും എല്ലായിടത്തും ഒരുപോലെ വരാൻ വേണ്ടി കൈ കൊണ്ട് നമ്മളൊന്ന് 1 സെക്കൻഡ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. ഇത് അധികം നേരം വെച്ചിട്ടല്ല നമ്മൾ ചുടുന്നത്, അരച്ചെടുത്താൽ നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ്. ഇത് പുളിക്കാത്ത അപ്പമാണ്. അപ്പം നമുക്ക് ഈ കൂട്ട് 1-2 അപ്പമായിട്ട്, ഇൻഡേരി അപ്പമായിട്ട് നമ്മൾ അപ്പച്ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കണോ. നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം റെഡിയായിട്ടോ. ഇനി അപ്പം മുക്കി കഴിക്കാനായിട്ട് നമുക്ക് പാല് റെഡിയാക്കണം. അതിന് വേണ്ടി നമ്മൾ ശർക്കര വേണം. ഞാനൊരു 200 ഗ്രാം ശർക്കരയിൽ താഴെയായിട്ട് എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അതൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ, കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ വാങ്ങുന്നതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതൊന്ന് ഊറ്റിയെടുക്കണം. ഒരു പാൻ വെച്ചു. 1 തേങ്ങ, ഒരു 750 ml 2-ാം പാലും 3-ാം പാലും ആയിട്ട് എടുത്തു. 1 തേങ്ങ, 1.5 തേങ്ങ, 2 തേങ്ങ വരെ പാലിനെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കി വയ്ക്കണം. അതിനു മുമ്പ് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം പഞ്ചസാര ആഡ് ചെയ്തായിരുന്നു, പിന്നെ നമ്മൾ വറുത്ത അരിപ്പൊടി തന്നെ കേട്ടോ 2 ടേബിൾ സ്പൂൺ എടുക്കണേ. ആ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കട്ടയുണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. 1 നുള്ളു ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ട കുറുകി വന്ന കണ്ട
അത് അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ഒന്നാം പാലും കൂടി ചേർക്കാം. ഒന്നാം പാലും കൂടി ചേർത്തു. ഇനി നമുക്ക് തിളയ്ക്കണ്ട കേട്ടോ. ഒന്ന് എല്ലായിടത്തേക്കും പാൽ യോജിച്ചാൽ മതി. ഈ പാലിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചുക്ക്, ജീരകം, ഏലക്കായ ഇത് മൂന്നും കൂടി ഇടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാല് റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ.